ഈശോയിൽ സ്നേഹമുള്ളവരെ, 2 ദിവസം മുമ്പ് എനിക്ക് ഒരാൾ കമൻ്റായിട്ട് ചോദിച്ചതായിരുന്നു, കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു പ്രാർത്ഥന പറഞ്ഞു തരാമോ എന്ന്. എന്നാൽ ഇന്ന് നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് അപ്രകാരം ഒരു പ്രാർത്ഥനയാണ്. മരിച്ചവർക്ക് വേണ്ടിയുള്ള കരുണയുടെ ജപമാല. പരിശുദ്ധ അമ്മ പഠിപ്പിച്ച ഈ പ്രാർത്ഥന മരിച്ചുപോയ കുടുംബാംഗങ്ങൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാൻ വേണ്ടി മാതാവ് നിർദ്ദേശിച്ചതാണെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ഈ കരുണയുടെ ജപമാല എങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് ഞാനൊന്ന് പറഞ്ഞു തരാം. നിങ്ങളതൊന്ന് എഴുതിയെടുത്താൽ മതി കേട്ടോ. ഒരു സ്വർഗസ്ഥനായ പിതാവേ, ഒരു നന്മ നിറഞ്ഞ മറിയം, പരിശുദ്ധ മറിയം, എന്നിട്ട് വിശ്വാസ പ്രമാണം. ഇവ ചൊല്ലിക്കൊണ്ട് കരുണയുടെ ഈ ജപമാല നിങ്ങൾ ആരംഭിക്കുക. എന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നിത്യപിതാവേ, എൻ്റെയും എൻ്റെ അപ്പൻ്റെയും അപ്പൻ്റെ പൂർവികരുടെയും എൻ്റെയും എൻ്റെ അമ്മയുടെയും അമ്മയുടെ പൂർവികരുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. ഇത് ഒരു പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് നമ്മൾ 10 പ്രാവശ്യം ഇനി ചൊല്ലേണ്ടതാണ്. ചെറിയ മണികളിൽ നമ്മൾ 10 പ്രാവശ്യം ചൊല്ലേണ്ടത് ഇനി പറയുന്ന പ്രാർത്ഥന. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് എൻ്റെ മേലും എൻ്റെ അപ്പൻ്റെ മേലും അപ്പൻ്റെ പൂർവികരുടെ മേലും എൻ്റെ മേലും എൻ്റെ അമ്മയുടെ മേലും അമ്മയുടെ പൂർവികരുടെ മേലും കരുണയായിരിക്കണമേ. ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് എൻ്റെ മേലും എൻ്റെ അപ്പൻ്റെ മേലും അപ്പൻ്റെ പൂർവികരുടെ മേലും എൻ്റെ മേലും എൻ്റെ അമ്മയുടെ മേലും അമ്മയുടെ പൂർവികരുടെ മേലും കരുണയായിരിക്കണമേ. ഇങ്ങനെ നിങ്ങൾ 10 പ്രാവശ്യം നമ്മൾ കരുണയുടെ ജപമാല ചൊല്ലുന്നത് പോലെ 10 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് വീണ്ടും നിത്യപിതാവേ, എൻ്റെയും എൻ്റെ അപ്പൻ്റെയും അപ്പൻ്റെ പൂർവികരുടെയും എൻ്റെയും എൻ്റെ അമ്മയുടെയും അമ്മയുടെ പൂർവികരുടെയും പാപപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ രക്ഷകനും നാഥനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരുരക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞാൻ കാഴ്ചവെക്കുന്നു. വീണ്ടും ഈശോയുടെ അതിദാരുണമായ പീഡാനുഭവങ്ങളെക്കുറിച്ച് അങ്ങനെ 10 പ്രാവശ്യം. ഇപ്രകാരം നിങ്ങൾ 5 പ്രാവശ്യം ചൊല്ലുക. എന്നിട്ട് ഏറ്റവും അവസാനം നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, എൻ്റെ മേലും എൻ്റെ അപ്പൻ്റെ മേലും അപ്പൻ്റെ പൂർവീക ആത്മാക്കളുടെ മേലും എൻ്റെ മേലും എൻ്റെ അമ്മയുടെ മേലും അമ്മയുടെ പൂർവീകരുടെ മേലും കരുണയായിരിക്കണമേ. ഇങ്ങനെ 3 പ്രാവശ്യം ചൊല്ലണം. ഞാൻ ഒന്നുകൂടെ പറയാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്യനെ, എൻ്റെ മേലും എൻ്റെ അപ്പൻ്റെ മേലും അപ്പൻ്റെ പൂർവീക ആത്മാക്കളുടെ മേലും എൻ്റെ മേലും എൻ്റെ അമ്മയുടെ മേലും അമ്മയുടെ പൂർവീകരുടെ മേലും കരുണയായിരിക്കണമേ. ഇപ്രകാരം 3 പ്രാവശ്യം പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കരുണയുടെ ജപമാല നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. എല്ലാവർക്കും വ്യക്തമായിട്ട് മനസ്സിലായെന്ന് തോന്നുന്നു. നമുക്ക് വളരെ എളുപ്പത്തിൽ ചൊല്ലി നമ്മുടെ കുടുംബത്തിൽ നിന്ന് മരിച്ചു പോയിട്ടുള്ളവർക്കും നമ്മുടെ പൂർവികർക്കും അവരുടെ ആത്മാക്കൾ നിത്യസൗഭാഗ്യത്തിൽ എത്തിച്ചേരുന്നതിനായിട്ട് പരിശുദ്ധ അമ്മ കൊടുത്തു പഠിപ്പിച്ച ഒരു കരുണയുടെ ജപമാലയാണ് ഇതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ഈ ജപമാല ചൊല്ലി നമ്മുടെ പ്രിയപ്പെട്ടവരുടെ ആത്മാക്കൾക്കായി പ്രാർത്ഥിക്കാം.